ഈ നമ്മുടെ സ്ഥാനാർത്ഥികളുടെയും CPIയുടെ അന്നത്തേക്ക് പൂർത്തിയാകും എന്താണ് നമ്മുടെ ഈ യോഗങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതേപ്പറ്റിയെല്ലാം കൃത്യമായ ഒരു വ്യവസ്ഥയുണ്ട്, ധാരണയുണ്ട്, സമീപനമുണ്ട്. നിങ്ങളെക്കാളും ദുഃഖേണ്ടതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. നിങ്ങൾ പ്രഖ്യാപിക്കുന്നു സ്ഥാനാർത്ഥികളെ, നിങ്ങൾ തീരുമാനിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയങ്ങളല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിശ്ചിതമായ രീതിയുണ്ട്. ആ രീതി പ്രകാരം യഥാസമയത്ത് എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. അത് ടൈം ടേബിൾ കൊണ്ടാകാൻ പോകുന്നേ ഉള്ളൂ. ഇന്ന് കമ്മിറ്റി കൊള്ളാൻ പോകുന്നേ ഉള്ളൂ. ഈ കമ്മിറ്റി വെച്ച് ഞങ്ങൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും. മുമ്പ് ഈ പലയിടത്തും ഇപ്പോൾ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ UDFന്റെയും BJPയുടെയും സ്ഥാനാർത്ഥികൾ പോസ്റ്ററും പ്രചരണമൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പം നമ്മുടെ സ്ഥാനാർത്ഥി വൈകുന്നത് ഗുണകരമാണോ? നമ്മുടെ സ്ഥാനാർത്ഥിയെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്കണ്ഠകൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ആകാംക്ഷ കാണുന്നുണ്ട്. ഈ ആകാംക്ഷയും ഉത്കണ്ഠയും ഒന്നും ഉണ്ടാകണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി. അത് വളരെ വേഗം ഉണ്ടാകും. ഈ CPI മന്ത്രിമാർക്ക് വകുപ്പുകൾക്ക് ബജറ്റിൽ അവഗണന നേരിട്ടു എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി എന്താണ്? അതിനൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും LDFനും ഇത്തരം വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ സംവിധാനമുണ്ട്. ഏത് വിഷയം ഉണ്ടായാലും സെക്രട്ടറി ഇടപെടും. അതിലൊന്നും ഒരു പുറത്തു വെച്ചോ പത്രങ്ങൾ മുഖേന ഒരു പരിഹാരമില്ല. അത് ഞങ്ങളുടെ മാർഗ്ഗമല്ല. ഞങ്ങളുടെ മാർഗ്ഗം LDFന്റെ മാർഗ്ഗമാണ്. LDFിനകത്ത് പറയാൻ സംവിധാനമുണ്ട്. CPIക്കും CPMനും പറയാൻ മാർഗ്ഗങ്ങളുണ്ട്. അതെല്ലാം നല്ലവണ്ണം ചെയ്യുന്നുമുണ്ട്. അതൊക്കെ ചെയ്യും, അതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഉത്കണ്ഠ എന്തിനാണ് കാര്യങ്ങളിലൊക്കെ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിങ്ങളുടെ ഉത്കണ്ഠകളെ ഞങ്ങൾ മാനിക്കാം, പക്ഷെ അമിതമായ മാനിക്കില്ല. ഏത് കാര്യം? CPIയും CPMും തമ്മിൽ മിക്കവാറും എല്ലാ ദിവസവും കാണുന്നുണ്ട്. എല്ലാ ദിവസവും LDFിലെ ബന്ധങ്ങൾ ഏറ്റവും നല്ല ബന്ധമാണ്. എല്ലാം നല്ല ബന്ധമാണെന്നേ. നല്ല ഏത് കാര്യം? ഈ ബജറ്റിലെ അവഗണന പ്രശ്നം. ഏത് കാര്യം നിങ്ങൾ പറയുന്നത്? ഞങ്ങളും എല്ലാ ദിവസവും കാണുന്നുണ്ട്. അവഗണന ബജറ്റിലെ ഞങ്ങളും എല്ലാ ദിവസവും കാണുന്നുണ്ട്. ഇനിയും എപ്പോഴും കാണും.